അപ്പോൾ നമ്മുടെ സീഷോർ ഫാമിൻ്റെ പാർട്ട് 3 ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തീവണ്ടിയിൽ കയറാതെ ഞങ്ങളിത് കയറാതെ അല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് 10 പേരുണ്ടെങ്കിലാണ് ആ തീവണ്ടിയിൽ കയറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് അധികം ആളുകൾ ആയിണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അന്ന് ബോട്ടിങ്ങിന് വരാമെന്ന് പറഞ്ഞിട്ട് അന്ന് ബോട്ടിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് എങ്കിൽ പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് വലിയവർക്ക് പറ്റിയ കുറച്ച് റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ജയൻറ്റ് വീല് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അവിടെ പോയി നോക്കാമെന്നും പറഞ്ഞ് പ്ലാൻ മാറ്റി ഞങ്ങൾ അങ്ങടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ, ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയേക്കുന്നതൊക്കെ കാണാൻ. ഈ കാണുന്ന വെള്ളത്തിലൊക്കെ നിറയെ മീനുകളുണ്ട് കേട്ടോ, നല്ല നല്ല വലിയ മീനുകളൊക്കെ ഉണ്ട്. നമുക്ക് ചെല്ലുമ്പോൾ കാണാം കേട്ടോ അതൊക്കെ. അപ്പം ഞങ്ങൾ എന്നാൽ പിന്നെ അവിടെ പോയി നോക്കാം അവിടുത്തെ കാര്യങ്ങൾ. പക്ഷേ നമ്മൾ ചെന്ന സമയത്ത് ആളുകൾ കുറവായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത്തിരി നേരത്തെ ചെന്നു. എനിക്ക് തോന്നുന്നു ഒരു 4:30-5 മണിയോട് കൂടിയിട്ടാണ് പിന്നെയും നമ്മുടെ പാർക്കിലേക്ക് ആളുകൾ വന്നു തുടങ്ങിയത് കേട്ടോ. ഞങ്ങൾ മഴയുടെ ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ കാറുണ്ട്, അതുപോലെ തന്നെ അപ്പുറത്തൊരു ബുള്ളുണ്ട് കേട്ടോ. അതായത് നമുക്ക് അതിൻ്റെ മേലെ കയറിയിരുന്ന് അതിൻ്റെ പേര് അവിടെ എന്താണ് എഴുതി വെച്ചേക്കുന്നതെന്ന് ഞാൻ മറന്നു പോയിട്ടോ. അതിന് ഒരാൾക്ക് 40 രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. ആംഗ്രി ബുൾ കണ്ടോ, ഒരാൾക്ക് 40. പക്ഷേ ഇതിൽ ഞങ്ങൾ കയറിയില്ല, കാരണം ഇതിൽ കയറാൻ ആരും നിൽക്കുന്ന കണ്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങളും പിന്നെ അങ്ങനെ കയറാൻ നിന്നില്ല കേട്ടോ. ഇതിൽ മാത്രമല്ല ഞാനും ഹസ്ബൻഡും കൊച്ചും മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് കൊച്ചുങ്ങൾക്ക് ഇപ്പോൾ ജയൻറ്റ് വീലിലായാലും അതിൻ്റെ അപ്പുറത്ത് വേറൊരു റൈഡ് ഉണ്ട്, അതിലൊക്കെ കയറുന്നതിന് പ്രായപരിധി ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു വഞ്ചി ഇങ്ങനെ മറിഞ്ഞു കിടക്കണുണ്ട് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെയൊക്കെ മഴ പെയ്തേക്കുന്ന കാരണം നിറച്ച് ചെളിയൊക്കെ ആയിട്ട് നിൽക്കാം. അപ്പോൾ നമുക്ക് അങ്ങടേക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. കണ്ടോ, പിന്നെ വരുന്നത് ഈ 2 റൈഡുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് പിള്ളേർക്ക് ഒരു 8 വയസ്സിന് മേലെയുള്ള കുട്ടികളെയൊക്കെയാണ് ഇതിലൊക്കെ കയറ്റുള്ളൂ. അപ്പോൾ സുട്ടു നമുക്ക് അവന് 2.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിലൊന്നും വേറെ ആരും കൂടില്ലാത്തത് കൊണ്ടും അതിൽ കയറാൻ പോയില്ല കേട്ടോ. പിന്നെ ഈ വഞ്ചിയുടെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോന്നപ്പോഴും നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ഈ ബോട്ടുകൾ ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ആ ബോട്ടിൻ്റെ വീഡിയോ ഒക്കെ വീണ്ടും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇറങ്ങിയപ്പോഴാണ് നമ്മളുടെ ഒരു ആനയുടെ ഒരു ശില്പം ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ ആനയുടെ ഒരു ശില്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ശില്പം തന്നെയാണ് കേട്ടോ ഈ ഒരു ശില്പം. അപ്പോൾ അച്ചായും മോനും ആനയുടെ അടുത്തിരുന്ന് ഫോട്ടോയും അതും ഇതൊക്കെ എടുത്തു കേട്ടോ. ഞാനാണ് കേട്ടോ എടുത്ത് കൊടുത്തതൊക്കെ ആനയുടെ അടുത്ത് നിന്ന്. അവന് ആനേനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ പ്ലാന്റേഷനിൽ പോകുമ്പോൾ ആനയുടെ വീഡിയോ ഒക്കെ കാണിച്ചു തരാറുണ്ടല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്നും പോന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് അങ്ങോട്ട് നീങ്ങി കഴിയുമ്പോൾ നമുക്ക് പശുവിനെയും കാളയാന്ന് തോന്നുന്നു, അത് എന്താണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട് ഒരു വലിയത് കാള. അപ്പോൾ പശുവിനെയും കാളേനെയും പിന്നെ നമുക്ക് കുതിരേനെയും ഒട്ടകത്തിനെയും കാണാം.